യേശുവിനെ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് ഒരു ആവശ്യമെന്ന് പറഞ്ഞാൽ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് അനേക അത്ഭുതങ്ങൾ യേശു ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ താൻ കടന്നു വരുന്ന സമയത്ത് യേശു താൻ കടന്നു വരുമ്പോൾ 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു. അവളുടെ ജീവിതത്തിൽ അവൾ സമ്പാദിച്ചത് മുഴുവനും എന്ത് ചെയ്തു? ഡോക്ടർമാർക്ക് കൊടുത്തിട്ട് അവളുടെ ജീവിതത്തിന് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ രക്തസ്രാവത്തിന് മാറ്റം സംഭവിച്ചില്ല. ഒന്നുകൂടെ അതിനകത്തു നിന്ന് എടുത്തു എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. പഴയ നിയമകാലം പ്രമാണിച്ച് രക്തസ്രാവമുള്ള സ്ത്രീ പാളയത്തിന് പുറത്താകണം. അവൾക്ക് ജനത്തിനിടയിൽ വരാൻ നിയമമില്ല. എന്നാൽ അവൾ ഒരു കാര്യം വിശ്വസിച്ചു, യേശുവിനെ അറിയണ്ട, യേശു എനിക്ക് ഒന്നും പ്രാർത്ഥിക്കുക പോലും വേണ്ട, യേശുവിന്റെ വസ്ത്രത്തിലെങ്കിലും ഞാൻ തൊട്ടാൽ എനിക്ക് സഭയ്ക്ക് ലഭിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെ അനേക ആളുകൾ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യേശുവിന്റെ വസ്ത്രത്തിൽ പോയി ആ പ്രിയ സഹോദരി ഒന്ന് തൊടുവാനിട വന്നു. ഉടനെ യേശു അവിടെ നിന്നൊരു കാര്യം ചോദിച്ചു, എന്നെ ആരാണ് തൊട്ടത്? ഉടനെ ആ സ്ത്രീ പറഞ്ഞു, വിറച്ചുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, യേശുവിന്റെ കാൽക്കൽ ആ സ്ത്രീ വീണു. ഇന്ന് പകൽ ഈ ദേശത്തോട് ശക്തമായിട്ട് യേശുവിനെ പ്രസംഗിപ്പാൻ ഞാൻ ആവേശമെന്ന് പറഞ്ഞാൽ 12 വർഷം രക്തസ്രാവം പിടിച്ച സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവർക്ക് ജനത്തിനിടയിൽ വരാതെ ജനങ്ങൾ അവളെ പാളയത്തിന് പുറത്ത് മാറ്റി നിർത്തിയവൾ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ എന്റെ യേശു അശുദ്ധനായില്ല, എന്റെ യേശു അവളെ തൊട്ടുകൊണ്ട് യേശു അശുദ്ധനായില്ല, എന്റെ യേശു എന്നും ശുദ്ധിയുള്ളവനാണ്. ഇന്ന് പകല് നിന്റെ ജീവിതത്തിന്റെ അകത്ത് എത്ര പ്രശ്നത്തിന് നടുവിലും പ്രതികൂലത്തിന് നടുവിലും ഏതൊക്കെ പാപത്തിന്റെ അകത്ത് ജീവിക്കുന്നവരെ എന്നെ കേൾക്കുന്നവർ ഇന്ന് പകലുണ്ടെങ്കിൽ ഇന്ന് പകൽ പറയാ, നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും ഇന്ന് യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചാൽ നിന്റെ പാപത്തെ മാറ്റുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് യേശുവിന്റെ സുവിശേഷം. അതുകൊണ്ട് ആ സ്ത്രീ യേശുവിന്റെ അടുക്കൽ ചെന്നു. യേശു ഒരു കാര്യം പറഞ്ഞിങ്ങനെയാണ്, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. ഇന്ന് പകൽ ആ യേശുവിനെ തൊട്ടപ്പോൾ യേശു അശുദ്ധനായില്ല, യേശു എന്നും ശുദ്ധിയുള്ളവനാണ്. അതുകൊണ്ട് ഇന്ന് പകലില് യേശുവിനെ ഈ ദേശത്ത് ചങ്കുറപ്പോടെ ഞങ്ങൾ പ്രസംഗിക്കാൻ നൽകുന്ന ആവേശം എന്ന് പറഞ്ഞാൽ, യേശുവിനെ എത്ര അശുദ്ധം തൊട്ടാലും എന്റെ യേശു അശുദ്ധനായി തീരത്തില്ല. എത്ര അശുദ്ധനായാലും നിനക്ക് യേശുവിനെ തൊടാം. നീ തൊട്ടാൽ നീയും ശുദ്ധനായി തീരും. യേശു എന്നും അവൻ ദൈവത്തെ കുറിച്ച് പറഞ്ഞില്ല, അവൻ വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവമാണ്.